എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള 4 വീഡിയോസും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദിരൂപങ്ങൾ അല്ലെങ്കിൽ ആർക്കിടൈപ്സ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ കാൾ ഗുസ്താവ് യുങ്, ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ സി B.F. സ്കിന്നർ, ഓപ്ഷൻ ഡി നോം ചോംസ്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാൾ ഗുസ്താവ് യുങ്. രണ്ടാമത്തെ ചോദ്യം, 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ച് കൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ വികാസം ഗതിനിയമം പാലിക്കുന്നു, ഓപ്ഷൻ ബി വികാസം പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് കടക്കുന്നു, ഓപ്ഷൻ ഡി വികാസം അനുസ്യൂതമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മ്യീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ജീവിത നൈപുണികൾ, ഓപ്ഷൻ ബി സമായോജനം, ഓപ്ഷൻ സി വികാസഘട്ടങ്ങൾ, ഓപ്ഷൻ ഡി പാരമ്പര്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സമായോജനം. നാലാമത്തെ ചോദ്യം, ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര്? ഓപ്ഷൻ എ കാൾ ലാഷ്ലി, ഓപ്ഷൻ ബി ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ സി വിൽഡർ പെൻഫീൽഡ്, ഓപ്ഷൻ ഡി ആർ തോപ്സൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാൾ ലാഷ്ലി. അഞ്ചാമത്തെ ചോദ്യം, പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണിത്? ഓപ്ഷൻ എ 1844 ഹാർഡിഞ്ചിൻ്റെ പ്രമേയം, ഓപ്ഷൻ ബി 1944 സാർജന്റ് പദ്ധതി, ഓപ്ഷൻ സി 1902 ഇന്ത്യൻ സർവകലാശാല കമ്മീഷൻ, ഓപ്ഷൻ ഡി 1854 വുഡ്സ് ഡെസ്പാച്ച്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1854 വുഡ്സ് ഡെസ്പാച്ച്. ആറാമത്തെ ചോദ്യം, ഭൂദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ മുഖ്യ സവിശേഷകങ്ങൾ, ഓപ്ഷൻ ബി മധ്യമ സവിശേഷകങ്ങൾ, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകങ്ങൾ, ഓപ്ഷൻ ഡി വ്യക്തിത്വം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുഖ്യ സവിശേഷകങ്ങൾ. ഏഴാമത്തെ ചോദ്യം, ദ നേച്ചർ ഓഫ് പ്രിജുഡൈസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ റോബർട്ട് ഹാവിംഗസ്, ഓപ്ഷൻ ബി ഗോർഡൻ വില്യാർഡ് ആൽപോർട്ട്, ഓപ്ഷൻ സി ഹെൽവീഷ്യസ്, ഓപ്ഷൻ ഡി ലോറൻസ് കോൾബർഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഗോർഡൻ വില്യാർഡ് ആൽപോർട്ട്. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ പൈതൃക വാസന, ഓപ്ഷൻ ബി നിർമ്മാണ വാസന, ഓപ്ഷൻ സി സമ്പാദന വാസന, ഓപ്ഷൻ ഡി ആത്മസ്ഥാപനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആത്മസ്ഥാപനം. അടുത്ത ചോദ്യം, അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ സാമൂഹിക അഭിപ്രേരണ, ഓപ്ഷൻ ബി അന്തഃചോദനം, ഓപ്ഷൻ സി ധാരണം, ഓപ്ഷൻ ഡി അഹംപൂർണമായ അഭിപ്രേരണ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ധാരണം. അടുത്ത ചോദ്യം, ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ലോറൻസ് കോൾബർഗ്, ഓപ്ഷൻ സി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ഡി തോണ്ടെക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലോറൻസ് കോൾബർഗ്. അടുത്ത ചോദ്യം,
നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പഠനാന്തരണം, ഓപ്ഷൻ ബി ക്രിയാഗവേഷണം, ഓപ്ഷൻ സി പഠനവേഗം, ഓപ്ഷൻ ഡി പരിപക്വനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പഠനാന്തരണം. അടുത്ത ചോദ്യം, ബിംബനഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? ഓപ്ഷൻ എ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി, ഓപ്ഷൻ ബി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഓപ്ഷൻ സി വൈജ്ഞാനിക പഠന സിദ്ധാന്തം, ഓപ്ഷൻ ഡി സാമൂഹിക പഠന സിദ്ധാന്തം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൈജ്ഞാനിക പഠന സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സജ്ജീകരണം, ഓപ്ഷൻ ബി പ്രകാശനം, ഓപ്ഷൻ സി വിലയിരുത്തൽ, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. അടുത്ത ചോദ്യം, മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ? ഓപ്ഷൻ എ റൂസോ, ഓപ്ഷൻ ബി റസൽ, ഓപ്ഷൻ സി പ്ലേറ്റോ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പ്ലേറ്റോ. അടുത്ത ചോദ്യം, മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം? ഓപ്ഷൻ എ NIOH, ഓപ്ഷൻ ബി NIMH, ഓപ്ഷൻ സി NIVH, ഓപ്ഷൻ ഡി NIHH. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി NIMH. ഇതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത്. അടുത്ത ചോദ്യം, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ? ഓപ്ഷൻ എ മാക്സ് വെർത്തിമർ, ഓപ്ഷൻ ബി CL ഹൾ, ഓപ്ഷൻ സി വുൾഫ് ഗ്യാങ് കോഹ്ലർ, ഓപ്ഷൻ ഡി കുർട്ട് കോഫ്ക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി CL ഹൾ. അടുത്ത ചോദ്യം, ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വൈകാരിക വികാസം, ഓപ്ഷൻ ബി സാമൂഹിക വികാസം, ഓപ്ഷൻ സി സാൻമാർഗിക വികാസം, ഓപ്ഷൻ ഡി ചാലക വികാസം. ആൻസർ ഓപ്ഷൻ എ വൈകാരിക വികാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓപ്ഷൻ എ മാതൃക നൽകൽ, ഓപ്ഷൻ ബി ശ്രദ്ധ, ഓപ്ഷൻ സി നിലനിർത്തൽ, ഓപ്ഷൻ ഡി ഓർമ്മ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓർമ്മ. അടുത്ത ചോദ്യം, ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ഓപ്ഷൻ എ മെക്കാനിക്കൽ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ്, ബി ഫിംഗർ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ്, ഓപ്ഷൻ സി മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ്, ഓപ്ഷൻ ഡി ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ്. അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ റിച്ചാർഡ് ലെവിൻടൺ, ഓപ്ഷൻ ബി HJ ലൈസെക്, ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. ആൻസർ ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 20 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ 88/24 എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക.